ലൈവില് കുറച്ച് സമയം മുമ്പ് നെവിൻ കുളിച്ച് വൃത്തിയായി ഒരു കുർത്തയൊക്കെ ഇട്ട് നല്ല വെട്ടിപ്പായിട്ടൊരു നാരങ്ങ വെള്ളമൊക്കെ കലക്കിക്കൊണ്ട് അവിടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് തന്നെ പരിപാടി, അനുമോളെ വാരുക, പിന്നെ സദാചാരം എന്ന് പറയുക, 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, നാരങ്ങ വെള്ളം കാണിച്ച് മണപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് നെവിൻ കാണിച്ചുകൊണ്ടിരുന്നത്. നെവിൻ കുറച്ചു നേരം ഈ ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. വെറുപ്പിക്കലൊന്നും അല്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം ചിരിപ്പിക്കുന്ന ലെവല് തമാശ തന്നെയാണ് നെവിൻ കാണിച്ചുകൊണ്ടിരുന്നത്. ആ കുർത്തയും ഒക്കെ ഇട്ട് വന്ന് നാരങ്ങ വെള്ളം കലക്കി എല്ലാവരെയും കൊതിപ്പിച്ച പരിപാടിയാണത്. നല്ലതായിരുന്നു കാണാനായിട്ട്. അത് ആ ഒരു കൊതി പൂണ്ട് ആരും ഇറങ്ങിപ്പോവോ എന്നുള്ളതായിരുന്നു. പക്ഷെ ആരും ഇറങ്ങിപ്പോകുന്നില്ല. നെവിന്റെ അത്ര തീറ്റപ്പണ്ടാരങ്ങൾ ആരും ഈ സീസണിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരും ഇറങ്ങിപ്പോകുന്നൊന്നുമില്ല. എന്നിട്ട് പിന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവർ ഈ തള്ളല് വീണ്ടും തുടങ്ങി. എന്നുവെച്ചാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മത്സരത്തിൽ നിന്ന് പുറത്തായ ഒരു കാറിൽ തുടരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നെവിൻ മാറി പോകുന്നുണ്ട്, ആ വഴി അങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും തള്ളലാണ്, തള്ളലോട് തള്ളല്. ആര്യൻ എന്തൊക്കെയാണോ കാണിക്കുന്നത്, കാലെടുത്തിട്ട് ആ ഡോറയിലോട്ട് വെച്ച് കാറങ്ങ് ഷേക്ക് ചെയ്യുകയാണ് അങ്ങോട്ട്. നൂറയാണെങ്കിൽ ഇങ്ങ് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. നൂറയ്ക്ക് എന്താണോ എന്റെ ദൈവമേ, നൂറയ്ക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു നൂറ? നൂറയ്ക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. നൂറ സത്യം പറഞ്ഞ ഈ ഒരു ഗെയിമിൽ നിന്നും ആര്യനെയാണ് ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കേണ്ടത്. നൂറയ്ക്ക് അതിനെ കൊണ്ട് അത് പറ്റും. നൂറയ്ക്ക് എളുപ്പത്തിൽ പറ്റുന്ന ഒരു കേസ് തന്നെയാണ്. എളുപ്പത്തിലെത്തും ആ ഡോറ്, നൂറയ്ക്ക് പെട്ടെന്ന് എത്തും. ആ ഡോറ് വഴി നൈസായിട്ട് ഒന്ന് തള്ളിയാൽ മതി. അനീഷേട്ടനെ കണ്ണുകൊണ്ടത് കാണിച്ചാൽ മതി. അനീഷേട്ടൻ അതിന് നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിം നൂറ അവിടെ കളിക്കുന്നില്ല. നൂറ ചെയ്യുന്നത് എന്താണ്, അനീഷിനെ പുറത്താക്കാൻ വേണ്ടി അങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, ആ മനുഷ്യന് മത്സര വീരൻ തലക്കി പിടിച്ചിരിക്കുകയാണ്. മത്സര വീരൻ തലക്കി പിടിച്ചു കഴിഞ്ഞാൽ അനീഷിനെ പിന്നെ കിട്ടത്തില്ല കേട്ടോ. ആ ലെവല് ഗെയിം അനീഷ് കാഴ്ച വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. 2.5 മണിക്കൂർ പിന്നിട്ട് അവിടെ ഇരിക്കുകയാണ് എല്ലാവരും. 2.5 മണിക്കൂർ പിന്നിട്ടു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പൊ ഇത് തന്നെയാണ്, തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെകിളി ചെറുക്കൻ അതിന്റെ മുകളിൽ കൂടെ കയറി നൂറയുടെ തലയിലും ഒക്കെ ഇരുന്നുള്ള കളിയാണ്. എത്തിക്സ് എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല കേട്ടോ. എത്തിക്സ് എന്ന് പറയുന്ന സാധനമില്ല. അനീഷ് മാത്രമേ അവിടെ എത്തിക്സോടെ കളിക്കുന്നുള്ളൂ. ഇവരൊക്കെ കുറെ തവണ ആ ഡോറും തുറന്ന് മറ്റേ ലോക്കും തുറന്ന് അനീഷിനെ പുറത്താക്കാൻ വേണ്ടി ആകുന്നത് ശ്രമിച്ചു, പുറക്കാനായിട്ട് ശ്രമിച്ചു. ഒരുപാട് തവണ ശ്രമിച്ചു. നൂറയാണേലും അതെ, അതിലാണേലും അതെ, ആര്യൻ, എല്ലാവരും. എനിക്കൊന്ന് സാബുമാൻ വരെ തുറന്നു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അനുമോൾ ഇപ്പൊ എന്ത് ചെയ്തു, കുറച്ചു മുമ്പ് നൂറ അത് തുറന്നപ്പോഴത്തേക്ക് അനുമോൾ അതങ്ങ് ഇട്ടു, ലോക്ക് അങ്ങോട്ട് ഇട്ടു. എന്നുവെച്ചാൽ എത്തിയിട്ടാണ്, അനുമോളെ കൊണ്ട് ഇടാനൊന്നും പറ്റത്തില്ല, പക്ഷെ എത്തി നിന്ന് അനുമോൾ അത് ചെയ്തു. കാരണം നേരും നെറിയോടെ കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം എപ്പോഴും. അതായത് നേരും നെറിയും ഒരു ഗെയിമില് കാഴ്ച വെക്കുന്നവരെ നമ്മൾ എപ്പോഴും അംഗീകരിച്ചു കൊടുക്കണം. അവരുടെ ആത്മാർത്ഥത, അവരുടെ ഓണസ്റ്റി നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. ആര്യം കാണിക്കുന്ന പോലെ അനീഷിന് കാണിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല. ഒന്നാമത് ആ മനുഷ്യന്റെ പ്രായം അതല്ല, ഇത്തിരി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ കാണിക്കുകയുമില്ല, അങ്ങനെ കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അനീഷ് അവിടെ മിണ്ടാതെ വായും പൂട്ടിയിരിക്കുന്നത്. നല്ല ഒന്നാന്തര അഗ്രഷൻ തന്നെയാണ് ആര്യം കാണിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയും അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള കളി തന്നെയാണ്. കളിച്ചോട്ടെ, അനീഷിന്റെ മത്സരവീര്യം കൂടുകയുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.